ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചായ കുടിച്ച് ഞങ്ങളങ്ങനെ പുറത്തിരിക്കുകയാണ്. ഞങ്ങളല്ല, ഞാൻ മാത്രമേ ചായ കുടിക്കണുള്ളൂ. വീട് ചായ വിരോധിയായി. ഞാൻ ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തിയിരുന്നു കേട്ടോ. അന്ന് ആ ഡയറ്റ് എടുത്ത സമയത്തൊക്കെ നിർത്തിയിരുന്നു. പിന്നെ ലീ ചേച്ചിയും അളീനൊക്കെ വന്ന ആ സമയത്ത് വീണ്ടും ഡയറ്റിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങി. വീണ്ടും ചായ കുടിയൊക്കെ തുടങ്ങി. ഇപ്പം ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം. അപ്പം നമ്മുടെ മീനുകൾ നമ്മളെ നോക്കി ഇങ്ങനെ നടക്കുന്നു തീറ്റയ്ക്ക് വേണ്ടി. ഞാനേ ഇവിടെ നമ്മുടെ ക്യാമറയും സാധനങ്ങളൊക്കെ ഒന്ന് ഉണക്കാൻ വെച്ചേക്കാണ്. ഇന്നലെ ചെറുതായിട്ടൊന്ന് വെള്ളമായിട്ടുണ്ട് ഗിംബലുമൊക്കെ. അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വെച്ചേക്കാം. അപ്പം ഇന്നും മഴയില്ലാത്ത ദിവസം തോന്നുന്നു. ഇന്നലെ രാത്രി ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വന്നു, നനഞ്ഞു സാധനങ്ങളൊക്കെ പുറത്തൊക്കെ. പക്ഷേ വലിയ മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്ന് നല്ല ക്ലൈമറ്റാണെന്ന് തോന്നണം. എന്തൊക്കെയായിരുന്നു വെയില്, നല്ല ദിവസം. പറഞ്ഞൊരു 1 മണിക്കൂറായിട്ടില്ല. അപ്പോഴേക്കും എന്തേ നല്ല മഴ. ഇന്നും ഈ മഴ ദിവസം തന്നെ ആയിരിക്കാനേ വഴി. മഴ കിട്ടാത്ത ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാവും. ഇവിടെ മിടുവിൻ്റെ കുക്കിംഗ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീൻകറി വയ്ക്കലാണ് ഇന്നത്തെ കുക്കിംഗ് ഷോ. അപ്പോൾ നമ്മുടെ അയില പാത്രത്തിൽ നുറുക്കിയിട്ടിട്ടുണ്ട്. ഇനി മസാല വരട്ടി കറി വയ്ക്കണം. ഇപ്പം എങ്ങനെ തീരുമോ? തീരില്ലേ? മാക്സിമം 1 മണി 1 മണിയായി സമയം. അപ്പം മിടുവിൻ്റെ മീൻകറി റെഡി ആയിട്ടാ. ഈ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ഒരു സെറ്റപ്പ് സാധനം ഉണ്ടാക്കി വെച്ചാൽ നല്ല മണവും വരുന്നുണ്ട്. ചൂടാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഞാനേ വേറൊരു കൂട്ടം കാണിച്ചു തരാം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് താമരയുടെ വിത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുളച്ച് കഴിഞ്ഞ ദിവസം കൂടി ഇരിക്കേണ്ടായി. അപ്പോൾ അതിനെ ഒരു കുപ്പിയിലാക്കി ഇതിലിറക്കി വെച്ചു ഈ ഡ്രമ്മിൽ. മിനിഞ്ഞാന്നിൻ്റെ തലേന്ന് ഇറക്കി വെച്ചതാണ്. ഇന്നായിപ്പിക്കാതെ ഇതേ മുകളിലേക്ക് വന്ന് ഇവിടെ മുകളിൽ ഇല വന്ന് നിൽക്കണം. അപ്പോൾ പിന്നെ ഒരു സെറ്റാക്കി ഇനി ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം അതൊന്ന് റെഡിയാക്കണം. മീനുകളുടെ ടാങ്കൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നല്ലേ. ഇതിൽ നിന്ന് കുറച്ച് മീനുകളൊക്കെ കൊണ്ടിട്ട് ഈ ഡ്രമ്മിന് തന്നെ അപ്പുറത്ത് കൊണ്ട് വെക്കാമെന്ന് വിചാരിക്കണം. മഴ പോയിട്ടാ. മഴ നേരത്തെ വന്ന് വേറെ ഏതോ വഴിക്ക് പോയ മഴയായിരുന്നു. അത് ഇത് കൂടെ വന്ന് ഇവിടെയൊക്കെ പെയ്താണ് പോയി. ഇപ്പതേ നല്ല വെയിൽ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു, ഇത് ഷൂ ഷെൽഫ് എന്ന് പറഞ്ഞൊരു ടീം മിഡുവായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന സാധനമാണ്. ഷൂ വയ്ക്കുന്ന മറ്റേ സ്റ്റാൻഡല്ല, ഷെൽഫ് തന്നെയാണ്. ഇങ്ങനെ തുറക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ 5 ലെയറായിട്ട് ഷൂ വയ്ക്കാം. നല്ല സാധനം ഉണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ DB ബോക്സൊക്കെ ഇരിക്കണ പോലെ ചുമരിനോട് ചേർന്ന് സംഭവം ഇരിക്കുകയും ചെയ്തോളും. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് നല്ല ഉപകാരത്തിൽപ്പെടുന്നൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പാമ്പൊന്നും അങ്ങനെ കയറില്ല. സൈഡിലുണ്ട കുഞ്ഞു കുഞ്ഞു ഹോളുകൾ പുറത്തേക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്ന സാധനം കയറും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്ന അത്രയും ചെറിയ സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. അല്ലാണ്ട് പാമ്പുകളോ അങ്ങനത്തെ ഇതൊന്നും കയറാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിനൊരു ഗ്യാപ്പില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ലോക്ക് ചെയ്യാം. അപ്പോൾ ആരും എടുത്തിട്ട് പോയിട്ടല്ല ഷൂ ചെരുപ്പ് ഒന്നും. എന്നാലും ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്ലാറ്റുകളിലോ അങ്ങനെയൊക്കെ പുറത്തൊക്കെ സെറ്റ് ചെയ്യണവരുണ്ടെങ്കിലേ എനിക്ക് തുറക്കുമ്പോഴായാലും ഒരു ഇതൊക്കെ വന്നു. എന്നാലും ചെരുപ്പുകൾ പുറത്തിട്ടേക്കാണ്. ഇത്രയും ഒരു ഓപ്ഷൻ കിട്ടിയിട്ട് മൊത്തം കാലിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല സാധനമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. വിലയുണ്ടെന്ന് പറഞ്ഞാൽ 7,500 അങ്ങനെ സംതിങ് വില വരുന്നുണ്ട് ഇത്ര വലുതിന്. പക്ഷെ എന്നാലും യൂസ്ഫുള്ളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീണ്ടും പറയുന്നത്. പിന്നെ ഇപ്പോൾ അതെ ആമസോണിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഇത് റെയിൻ കോട്ട് ഉണ്ടാ, കുഞ്ഞ് റെയിൻ കോട്ട്. 120 രൂപ 140 രൂപ ഉണ്ടായുള്ളൂ. കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഒന്ന് പൊട്ടിക്കട്ടെ. കണ്ടോ, ചെറിയ റെയിൻ കോട്ട്. ഈ പെണ്ണിട്ടേക്കണ പോലത്തെ റെയിൻ കോട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. ഇവിടെയുള്ള റെയിൻ കോട്ടിൻ്റെ സിബിൻ്റെ ഉള്ളിൽ കൂടെ
വെള്ളം വരുന്നു 10-600 കൊടുത്ത് വീട് മേടിച്ചിട്ട് വന്നോ. അത് മേത്തിട്ടിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ലയൻ എവിടെയാണോ ഒരു ലയൻ ആ സിബ് ഉണ്ടാവുമല്ലോ സെൻറ്ററിൽ, അതിൻ്റെ ഇടയിൽ കൂടെ മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങും. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ മടങ്ങി കിടക്കുന്നിടത്തൊക്കെ വെള്ളം ഉള്ളിലേക്ക് വരും. നമ്മൾ മൂത്രം ഒഴിച്ചതെന്ന് തോന്നും ചിലപ്പോൾ നമ്മൾ ഇത് ഊരിയിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ഇങ്ങനെ കണ്ടപ്പോൾ ഓർഡർ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിൻ്റെ ഇടയിൽ സിബ് ഉണ്ട്, ചിലപ്പോൾ ലീക്ക് വരികയായിരിക്കും. അപ്പോൾ നമ്മുടെ താമരക്കുളത്തിനെ ഇവിടെ സെറ്റ് ചെയ്യണമെന്നുള്ള ഇങ്ങനെ സ്ഥലം നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. ഇതൊക്കെ ഡ്രിഫ്റ്റ് വുഡ് ആക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായ പീസുകളാണ്. ഇത് നല്ല സൂപ്പർ മരം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ബാക്കി ഇതൊക്കെ കൊന്നയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഇതെന്ത് മരമാണെന്ന് അറിയില്ല, ഇതും കൊന്ന തന്നെയെന്ന് തോന്നണേ. അപ്പം അതിനൊക്കെ വെളിയിലെടുത്തിട്ട് നമ്മുടെ ടാങ്കിലെ വെള്ളത്തിന് ഇത് വറ്റിക്കാനായിട്ട് ഇട്ടേക്കാണ്. വെള്ളം വറ്റട്ടെ. പിന്നീട് ചോറ് വിളമ്പിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചോറ് തിന്നാനായിട്ട് പോകുന്നു. ചോറ് എടുത്തിട്ടില്ല നീ? ഉണ്ണാൻ പോണെന്നല്ലോ പറഞ്ഞേ. ഞാൻ കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ല രാവിലെ കുറച്ച് ഭക്ഷണം. പട്ടിണിയും പരിതാപമായിട്ട് ജീവിച്ചു പോകണം. ശരിക്കും അല്ലേ, അങ്ങനെയല്ല. ഞാൻ കഴിച്ചു. ചേട്ടൻ ഇപ്പൊ കഴിക്കില്ല. ചേട്ടൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഞാൻ കഴിച്ചു. എനിക്ക് വാലും തലയും ഇതെന്തിട്ടൊന്നും അറിയില്ല. കണ്ണുണ്ടൂടെ തല പൊടിഞ്ഞു പോണെന്താ? അത് ഞാൻ കോരിയന്റെ പ്രശ്നം. വാല് ഇച്ചിരി ഉള്ളി മുളക് കൊണ്ട് ശരിക്കും കേട്ടോ. അല്ല താളിച്ചിട്ട് ഉള്ളി ദേടി ഉള്ളി ചവിട്ടി താത്തിട്ട് അപ്പുറത്തോളം എടുത്തു. മതി ചാറ് മാത്രം. ഇന്ന് രാവിലെ വീട്ടിൽ പോയി ജോണിനെ കഴിച്ചു വിട്ട് പോന്നു. തീറ്റ കൊടുക്കാനായിട്ട് ഇപ്പോൾ പോണില്ല. ഇനി വൈകുന്നേരം പോവുള്ളൂ, കാരണം തീറ്റയില്ല. തീറ്റ തീർന്നിരിക്കുക. ഇന്നലെ വിളിച്ചു പറയാനായിട്ട് മറന്നു. അപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മുടെ അരിമ ഫാമിലിക്ക് വിളിച്ച് പറഞ്ഞത് തീറ്റ കൊണ്ടുവരാം. ചേട്ടൻ വൈകുന്നേരം ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ തീറ്റ വന്നിട്ട് ഇന്ന് പോകണോളൂ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. സൂപ്പർ കറിയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. വീണ്ടും ചോറ് തിന്നാനുള്ളൊരു ടെൻഡൻസി. അപ്പോൾ ഞാൻ നമ്മുടെ താമരക്കുളത്തിനതേ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഡ്രമ്മിൻ്റെ പകുതി മുറിച്ചേക്കണ ഡ്രമ്മിനെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു ചെറിയൊരു ട്രേ പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് ആ 2 താമര വിത്തിനെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നട്ടു കേട്ടോ. അപ്പോൾ 2 സൈഡിലാണ് നട്ടേക്കണേ. ഇനി ഇതിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഇതെടുത്ത് മാറ്റേണ്ടി വന്നാൽ ഈ ട്രേ കണ്ട് എടുത്താൽ മതിയെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ വലിയ വെയിലുള്ള സ്ഥലമൊന്നുമല്ല, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കിളികളൊക്കെ വന്ന് ചിലപ്പോൾ മീനൊക്കെ എടുത്തിട്ട് പോകും. അത് മാത്രമല്ല മഴ പെയ്താൽ പിന്നെ ഇതാകുമ്പോൾ ഇച്ചിരി ബെറ്റർ. എനിക്ക് പൂണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല, ഇലകൾ നിറഞ്ഞു നിൽക്കണം, അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ താമരക്കുളം ഇവിടെ ഫൈനലാക്കണം. ഒരു ലുക്കില്ല. ഞാൻ വെള്ളം നിറച്ച് ഇത്ര ആയിപ്പോൾ നോക്കുമ്പോൾ ഈ നീലപ്പാത്രം അതിൻ്റെ ഉള്ളിലിരിക്കണ ഒരു വൃത്തികേട്. ഇപ്പോൾ വേറൊരു ചെറിയ കറുത്ത ചട്ടി കിട്ടി, ഇതിലിറക്കി വയ്ക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് കാണില്ലല്ലോ. ഇത് ബ്ലൂ കളർ ഭയങ്കരമായിട്ട് ഇതിൽ നിന്ന് നോക്കുമ്പോൾ മുകളിലേക്ക് കാണണം. അപ്പോൾ ഈ ചട്ടിയിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. ഡ്രമ്മിൻ്റെ അടിയിൽ എന്തായാലും മണ്ണിടാനില്ല, കുറേ മണ്ണിടാൻ വേണം. പിന്നെ അത് ഭയങ്കര പണിയായിരിക്കും. ഇത് മതിയോ? ഇനി വെള്ളം മാറ്റി കളിച്ച കാരണം ഇതെന്താവും എന്നുള്ളത് എനിക്കറിയില്ല. വെള്ളമല്ല, ഇതിപ്പോൾ 2-3 സ്ഥലത്തേക്ക് ഞാനിപ്പോൾ മാറി മാറി നടണം. എന്താവും എന്തോ. ഇതാണ് നമ്മുടെ വലുതിനെ അതിൻ്റെ ഉള്ളിൽ കുഴി കുത്തി കുഴിച്ചിടാം. ഈ നട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറക്കി വെച്ചിട്ട് വരാട്ടോ. അപ്പോൾ വീണ്ടും വെള്ളം നിറയ്ക്കുകയാണ്. ചട്ടി ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സക്സസ് ആവും, ഉറപ്പാണ്. ഇനി നമുക്ക് നമ്മുടെ വാട്ടർ പ്ലാന്റിൽ നിന്ന് ഈ ചണ്ടിയുടെ ഒരെണ്ണത്തിനെ കൊണ്ടിടണം. പിന്നെ ഏതെങ്കിലും ഒരു ചെടീനെയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നടണം.
ഇതിൽ നിന്ന് 2-3 ചണ്ടി എടുത്തിട്ട് കൊണ്ടിടാം. അപ്പോൾ നമ്മുടെ താമരക്കുളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 1-2 കഷ്ണം ഫോക്സ് ടെയിലിൻ്റെ അതും കൊണ്ടിട്ടു, 2-3 ചണ്ടിയും കൊണ്ടിട്ടു. പിന്നെ നമ്മുടെ ആ സ്പെഷ്യൽ ചണ്ടി ഉണ്ടല്ലോ, അത് ഇവിടെ എവിടെയുണ്ടല്ലോ, ഈ സാധനം ഇതും കൊണ്ടിട്ടുണ്ട്. അത് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ അതിൻ്റെ ആ കൂടി 2-3 പീസേ ഉള്ളൂ. എന്തായാലും എല്ലാവരോടും കിടന്ന് നിറയട്ടെ. നാളെ മറ്റന്നൊക്കെ ആയിട്ട് മീനെ കൊണ്ടിയിലിടാം. വിടൂ, എൻ്റെ താമരക്കുളം കാണാൻ വേണ്ടിണ്ടാ. വിടു ഇപ്പോൾ വന്നിട്ട് എന്നെ പൊക്കി പറയും സൂപ്പറായല്ലോ എന്ന് പറയും. അപ്പോൾ പ്രശസ്ത ടാങ്ക് വീക്ഷക വിടു എത്തിയിട്ടുണ്ട്. ചട്ടീൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. ഇതിൻ്റെ സൈഡിലൊക്കെ അലങ്കരിക്കാനുണ്ട്. സൈഡ് നമ്മൾ സെറ്റപ്പ് ആക്കും. പെയിന്റ് അടിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. അതൊക്കെ ചെയ്യും. സൂപ്പറായിട്ടല്ലേ? വെള്ളം വീഴില്ല, തെറിക്കും ചെറുതായിട്ട്, എന്നാലും അങ്ങനെ വീഴൊന്നും അല്ല. ഞാൻ മീനിടുമ്പോൾ മീൻ ചാടിപ്പോലോ, അല്ലെങ്കിൽ പിന്നെ ഓവർഫ്ലോക്കുള്ള സെറ്റപ്പൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പം കുഴപ്പമില്ലല്ലോ. എങ്ങനെയുണ്ട്? സെറ്റപ്പായില്ലേ? നീ റീലെടുക്കും അല്ലേ? അപ്പം എൻ്റെ താമരക്കുളത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. ഇത് താമരക്കുളം എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇത് എന്താവും എനിക്ക് അറിയില്ല. ഇപ്പോൾ 5-6 പ്രാവശ്യം എടുത്ത് അങ്ങോട്ടും പറിച്ചു വെച്ച കാരണം എനിക്കൊരു ഉറപ്പില്ല. കാരണം 3-4 പ്രാവശ്യം ഇപ്പോൾ എടുത്ത് അങ്ങോട്ടും എടുത്ത് വെക്കണേ. നോക്കാം, നാളെ എന്തായാലും നമ്മളിതിന് മീനെ കൊണ്ടിടും. വലിയൊരു എറോപ്ലെയിൻ പോകും. ഇച്ചിരി കറുത്ത പെയിൻറ്റ് കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്തായാലും കറുത്ത പെയിൻറ്റ് ഒന്നടിച്ച് സെറ്റപ്പാക്കാമെന്ന് വിചാരിച്ചു. പ്രൈമറാണ്. ഇവിടെ ഒരു തുണി തരുമോടി, മറ്റേ ഈ മണ്ണൊന്നും തുടച്ചോളയാൻ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ടാങ്കിൻ്റെ പെയിൻറ്റിങ്ങും കഴിഞ്ഞു. സൈഡ് ഫുള്ള് ബ്ലാക്ക് കാർഡ് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇതേ പോന്നു. മുടിയൊക്കെ വെട്ടി ഷേവ് ചെയ്തു, തലയൊക്കെ മസാജൊക്കെ ചെയ്ത് ഇത് നമ്മുടെ ഇവിടേക്ക് എത്തിയിട്ടാ, ഫാം ഹൗസിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ തീറ്റ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. കനയങ്കരിക്ക് തന്നെയാണ് ഇപ്രാവശ്യം മേടിച്ചേക്കുന്നത് കേട്ടോ. ഇത് ആക്ച്വലി ഇപ്പോൾ 2-3 മാസമായി അടുപ്പിച്ച് ഈ തീറ്റ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്ത പ്രാവശ്യം ഈ തീറ്റ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ചോറ് കൊടുക്കണം 1 മാസം. അങ്ങനെയാണ് ഇവിടുത്തെ റൂള് ഓടിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേര് പറയാറുണ്ട് ഡോഗ്സിന് ഇതേപോലുള്ള ഡ്രൈ ഫുഡൊന്നും കൊടുക്കരുത്, ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വരും, ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ. വെറുതെ തോന്നതാണ് കേട്ടോ. എനിക്ക് ഈ സാധനം കൊടുത്തിട്ട് ഇതുവരെയായിട്ടും വില കുറഞ്ഞ തീറ്റ ഞാൻ പലതും മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. രോമം കൊഴിഞ്ഞു പോലെ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് അറിയില്ലായിരുന്നു, അങ്ങനെയൊക്കെ കൊടുത്തു പോയതാണ്. അതിന് ശേഷമൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ ഇടയ്ക്ക് പറഞ്ഞില്ല, ഇപ്പോൾ അടുപ്പിച്ച് കണ്ടിന്യൂ കൊടുക്കാതെ ഒരു 2 മാസമൊക്കെ ഇതേപോലുള്ള ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് ഒരു മാസം അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. നമുക്ക് ടൈം കുറവും കാരണങ്ങളൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ചോറും നമ്മുടെ നല്ല ചാളയും അല്ലെങ്കിൽ ചിക്കനും ഒക്കെ മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 മാസം ഒന്നും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ഓക്കെയാണ്. ഇവർക്ക് വേറെ പ്രശ്നമാണ്. ചാള കൊടുക്കുമ്പോൾ തന്നെ ഒരു 100% ഓക്കെയാണ്. ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവർക്ക് എന്നല്ല, എല്ലാ ഡോഗ്സിനും അങ്ങനെ തന്നെയായിരുന്നു. ലാബിനായാലും ഇപ്പോൾ നമ്മുടെ എന്നിട്ട് പറയാം, ബിങ്കോനായാലും ജോണിനായാലും എല്ലാവർക്കും ഒരേ ഫുഡാണ്. ഇപ്പം കണ്ടോ, ഇപ്പോഴത്തെ തവളനെ പിടുത്തേണ്ട പരിപാടി. രാത്രിയാകുമ്പോൾ തവളകൾ ഇറങ്ങും, ഓരോന്നിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ കടിച്ചവിടെ കൊണ്ടുവിടും. ഞാൻ ചാടി പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ കിടന്ന് ഓടും. തന്നെ അവൻ്റെ പരിപാടിയും തിന്നില്ല, വെറുതെ ഇങ്ങനെ കടിച്ചിങ്ങനെ ഇടും. തവളകളായാലും വലിയ ബുദ്ധിമാന്മാരാണ്. അവർ ഇതേപോലെ ബോധമില്ലാത്ത പോലെ ഇങ്ങനെ കിടക്കും. കണ്ടോ, അവർ നല്ല ജീവനുള്ള തവളയായിരിക്കും കേട്ടോ, ചത്ത പോലെ കിടക്കുക. ഇവന്ന് മാറി കഴിയുമ്പോൾ ഓടും ഇതിൽ കിടന്ന്. തവളയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു തവളയുണ്ട് കണ്ടോ,
സത്തൂന്ന് വിചാരിക്കും കിടക്കണാണെന്ന്. ഇതിങ്ങനെ തട്ടിക്കൊടുത്താൽ ദേ പോണു കണ്ടോ. ഇപ്പം ഒന്ന് വീണ്ടും പിടിക്കും കണ്ടോ. ഇതാണ് അവൻ്റെ പരിപാടി. ഭയങ്കര ബുദ്ധിപരമായ നീക്കാണല്ലോ അവന്. അവനാ പൂച്ച എലീനെ പിടിച്ച് തട്ടി കളിക്കില്ല, അതേപോലെ ഇതിനെ തട്ടി കൊല്ലില്ല, എവിടെയും കൊണ്ടിങ്ങനെ വിട്ടേക്കും. ലാസ്റ്റ് കൂട്ടിക്കയറാൻ പറയുമ്പോൾ ചില നേരത്തെ അരിശൊക്കെ വന്നൊക്കെ നേരത്തെ ചിലപ്പോൾ നന്നായിട്ട് അമർത്തിയിട്ട് വിടുള്ളൂ. ചിലപ്പോൾ പിന്നെ അതിന് പോകാൻ പറ്റില്ല, ചത്തിട്ടുണ്ടാവില്ല, പക്ഷെ അത് ചാവും ഒരു ദിവസത്തിനുള്ളിൽ. അങ്ങനത്തെ അവസ്ഥയിലാക്കിയിട്ട് പോണെങ്കിൽ കണ്ടിട്ടുണ്ട്. മുഖം എങ്ങനെ ഇരിക്കുന്നതേ മസാജ് ചെയ്തിപ്പോൾ തലയിൽ കുറേ എണ്ണ കോരി വെച്ചിട്ടുണ്ടായി. അതൊക്കെ മുഖത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ. മഴ ദേ വന്നു തുടങ്ങി. ഇത്ര നേരം മഴ ഉണ്ടായില്ല, മഴ സ്റ്റാർട്ട് ചെയ്യണം. സൗണ്ട് കേൾക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ വീട്ടിൽ പോട്ടെ. അപ്പോൾ അതിന് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. ബൈ ബൈ. മഴ വന്നു, ഇനി ഞാൻ നനഞ്ഞു വേണം ഇവിടുന്ന് പോകാനായിട്ട്. റെയിൻ കോട്ട് എടുത്തിട്ടില്ല പോണേ. മഴ നനയുന്നത് അത്ര നല്ലതല്ല. നനഞ്ഞങ്ങനെ വീട്ടിലെത്തി. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മുടിയൊക്കെ പോയി തുടങ്ങിയില്ല ചേട്ടാ. എന്നെ നീ ഉപേക്ഷിക്കുവോ? മുടി പോയാലും എന്തായാലും ഞാൻ ഉപേക്ഷിക്കില്ല. പിന്നെ എന്ത് പോയാലും